കാൽപന്ത് കളിയെ സ്നേഹിച്ച് മുച്ചക്ര വാഹനത്തിൽ ഖത്തർ ലോകകപ്പ് സ്റ്റേഡിയത്തിൽ മൈതാനത്ത് ഇന്ത്യയുടെ അതിഥിയായി എത്തിയ പെരിന്തൽമണ്ണ സ്വദേശി കുഞ്ഞാൻ ചാലിശ്ശേരിയിലെ ഫുട്ബോൾ ടൂർണമെന്റിലെത്തിയത് കായിക പ്രേമികൾക്ക് ആവേശമായി. ഞായറാഴ്ച ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ സംഘടിപ്പിച്ച രണ്ടാമത് അഖിലേന്ത്യാ 7 ഫുട്ബോൾ ടൂർണമെന്റ് അവസാന സെമി ഫൈനൽ മത്സരത്തിന് വിശിഷ്ട അതിഥിയായി ടീമംഗങ്ങളെ പരിചയപ്പെടാനാണ് കുഞ്ഞാൻ ഗ്രാമത്തിലെത്തിയത്. പെരിന്തൽമണ്ണ താഴക്കേക്കോട് കിഴക്കേക്കര വീട്ടിൽ മുഹമ്മദ് കുട്ടി ഖദീജ ദമ്പതിമാരുടെ മകൻ കുഞ്ഞാനെ 2 വയസ്സിലാണ് പോളിയോ ബാധിച്ച് കാലിന്റെ ചലനശേഷി നഷ്ടമായത്. ചെറുപ്രായത്തിൽ കാൽപന്ത് കളിയോട് പ്രണയം തോന്നിയ ഇദ്ദേഹത്തിന് ഫുട്ബോൾ എന്നാൽ ജീവന് തുല്യമായ സ്നേഹമാണ്. ജീവിതത്തിന്റെ പരിമിതികളെ മറികടന്ന് 38-ാം വയസ്സിൽ ഇരുചക്ര വാഹനത്തിലിരുന്ന് ഫിഫ ലോകകപ്പ് ഖത്തർ സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ കാണികൾക്ക് മുന്നിൽ ജർമ്മനി, സ്പെയിൻ, ബ്രസീൽ, കൊറിയ മത്സരത്തിന് മുമ്പ് ടീമിനൊപ്പം മൈതാനത്തിറങ്ങുകയും ഇഷ്ടതാരം നെയ്മറിനൊപ്പം ബ്രസീൽ ടീമംഗങ്ങളെ മുഴുവൻ കളിക്കാരെയും നേരിട്ട് കണ്ട് മുത്തം വിട്ടതോടെ കുഞ്ഞാൻ ഇന്ത്യയിലെ 130 കോടി ജനങ്ങളുടെ സൂപ്പർ താരമായി. ഖത്തറിലെ 13 മത്സരങ്ങൾ നേരിട്ട് കാണുകയും ചെയ്തു. നാട്ടിലെത്തിയതോടെ ഫുട്ബോൾ ടൂർണമെന്റുകളിലെ ഉദ്ഘാടകനായും വിശിഷ്ട അതിഥിയായും കേരളത്തിൽ എല്ലാ ജില്ലകളിലും എത്തി കായിക പ്രേമികളുടെ കണ്ണിലുണ്ണിയായി. നവമാധ്യമങ്ങളിൽ സജീവമായ കുഞ്ഞാനെ എല്ലായിടങ്ങളും നിറയെ ആരാധകരാണ്. ഇലക്ട്രിക് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വീൽ ചെയറിൽ വലതു കൈകൊണ്ട് ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന ചക്ര കസേരയിരുന്നാണ് ഇടം കൈകൊണ്ട് മന്ത്രി MP രാജേഷും കുഞ്ഞാനും മറ്റ് ജനപ്രതിനിധികളോടൊപ്പം ടീമംഗങ്ങളെ പരിചയപ്പെട്ട് ഹസ്തദാനം ചെയ്തത്. കാണികളുടെ കൈയടി നേടിയത് മന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. ഗാലറിയിൽ തിങ്ങി നിറഞ്ഞ ആയിരങ്ങളെ സാക്ഷി നിർത്തി യൂറോ FC പട്ന, ഫിഫ മഞ്ചേരിയും തമ്മിലുള്ള മത്സരം കുഞ്ഞാൻ മുഴുവൻ സമയം കൺകുളിർക്കെ ആസ്വദിച്ചു. നിരവധി പേർ സെൽഫിയും എടുത്തു. ചാലിശ്ശേരിയിലെ കായിക പ്രേമികളുടെ ആവേശം സന്തോഷം പകരുന്നതാണെന്ന് കുഞ്ഞാൻ പറഞ്ഞു. ഫൈനൽ മത്സരത്തിന് ആശംസകൾ നേർന്നാണ് പ്രത്യേകം ഒരുക്കിയ വാഗണർ കാറിൽ മടങ്ങിപ്പോയത്. സംഘാടക സമിതി ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ M മുഹമ്മദുണ്ണി, ട്രഷറർ ജ്യോതിദേവ് എന്നിവർ ചേർന്ന് കുഞ്ഞാനെ സ്വീകരിച്ചു. ഭാര്യ സാറ, അൻഷിത്, അശ്വിൻ, ഐമ എന്നിവർ മക്കളാണ്.